ഹലോ വെൽക്കം ടു ചിത്ത വെയിറ്റി ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കിച്ചൺ ജോലികളൊക്കെ എളുപ്പമാക്കാൻ പാകത്തിന് കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്ക് അറിയാത്തതും അറിവുള്ളതുമായിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ജോലികളൊക്കെ എളുപ്പമാക്കാൻ പാകത്തിന് കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളൊരു തംബ്നെയിലിൽ പറഞ്ഞ പോലെ നിങ്ങളൊരു വീട്ടമ്മയാണ്, പുതിയ വീട്ടമ്മയാണ്, പുതിയ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ വലിയ വിലയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ജോലികളൊക്കെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബോട്ടിൽ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് ബ്രഷ്. ഇതുപോലെ ഒരു സെറ്റ് ഓഫ് ബ്രഷസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോട്ടിൽസ് വരെ കഴുകിയെടുക്കാൻ പറ്റും. അത്രയും നാരോ ആയിട്ടുള്ള ബ്രഷുകൾ വരെ ഇതിലുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വരാന്ന് വെച്ചാൽ ഇതില് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കൂടി വരും. ഈ ഒരു പ്രൊജക്ഷൻ വരുമ്പോൾ നമുക്ക് ക്ലീനിങ് ഫുൾ ആവില്ല. ഇതിന്റെ താഴ്ഭാഗം വരുമ്പോൾ അതിലൊരു ഇന്ററപ്ഷൻ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഈ ഒരു ചെറിയ ബ്രഷ് രണ്ടായിട്ട് മടക്കി വെക്കാറാണ് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെ മടക്കിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യാറ്. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഈ ഒരു ക്ലീനിങ് ബ്രഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് വരിക. അപ്പോൾ ഈ ഒരു കൂർത്ത് നിൽക്കുന്ന ഒരു പോർഷൻ പോലെയുള്ള ഇന്ററപ്ഷൻ നമ്മൾ കഴുകുമ്പോൾ ബോട്ടിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് എന്ന് പറയുന്നത് ഇതൊരു 3-in-1 ബ്രഷ് ആണ്. നമ്മളിപ്പോ ഈ ഒരു പോർഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് നമുക്ക് നന്നായിട്ട് അഴുക്കൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു കുപ്പിയെ ക്ലീൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോർഷൻ കൂടി ഈ ഒരു ബ്രഷിനുണ്ട്. ഇപ്പോ നമ്മൾ ഈ ഒരു ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ഊരി കഴിയുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഉള്ളെന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രഷിന്റെ ഈ ഒരു പാർട്ട് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതൊരു ബ്രഷ് പോലെ വന്നിട്ടുള്ള ഒരു പോർഷൻ ആണ്. കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോ ഒരു കുപ്പിയിൽ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു അപ്പർ പോർഷൻ വരിക എന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനുള്ളിലേക്ക്, ഈ ബ്രഷിനുള്ളിലേക്ക് നമുക്ക് ഈ ഒരു ബോട്ടിൽ കയറ്റി കൊടുത്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് ആ ഒരു അഴുക്ക് മൊത്തത്തിൽ എടുത്ത് കളഞ്ഞ് കഴുകാൻ പറ്റും. അപ്പം ഈ ഒരൊറ്റ ബ്രഷ് കൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമാണ്. ഇതിന് വളരെ മിനിമൽ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ. 3 റിയാലോ 4 റിയാലോ മറ്റോ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. നിങ്ങൾക്ക് നൂഡിൽസ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് അല്ലെ. അപ്പൊ പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന നൂഡിൽസ് മിക്കവാറും മൈദയിൽ തന്നെയുള്ളതായിരിക്കും. വീറ്റ് നൂഡിൽസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് അല്ലെങ്കിൽ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് നമുക്ക് വീട്ടിലുള്ള ഗോതമ്പ് വെച്ചിട്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഷീറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാ പ്രൊഡക്ട്സിനെ പറ്റി ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റാണ് നമ്മൾ നോർമലി ഇവിടെ യൂസ് ചെയ്യാറ്. നമ്മളിവിടെ ചപ്പാത്തി പലകയല്ല യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിന് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ ഒരു അളവനുസരിച്ചിട്ട് ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ പരത്തി എടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടേബിളിൽ വിരിച്ചിട്ടാൽ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു മാറ്റ് ആണിത് കേട്ടോ. മാവ് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരറ്റത്തുനിന്ന് ജസ്റ്റ് നല്ലതുപോലെ ഇങ്ങനെ കീറിയെടുക്കാം. ഇത് കാണുന്നില്ല. കറക്റ്റായിട്ട് വരിക. അപ്പോ ഏകദേശം ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലാണ് നമുക്ക് നൂഡിൽസ് ആയിട്ട് വരിക. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലെൻഡർ ആണ്. ഇതാണ് നമ്മൾ മുമ്പേ കഴുകാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് വളരെ ചെറുതാണ് കേട്ടോ. ഈ ഒരു അളവിനുള്ളതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്ക് വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജ്യൂസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സൊളേറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. നമ്മൾ ഇപ്പോഴും സ്റ്റിൽ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ ഈ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഈ ബ്ലെൻഡറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം.
ഈ ഒരു ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്ലെൻഡർ ആണ് കേട്ടോ അത്. ഭയങ്കര സൂപ്പർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മസ്റ്റ് ബൈ ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓയിലിൽ കുക്ക് ചെയ്തെടുക്കേണ്ട എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ അരിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇതോടുകൂടി നമുക്ക് ജസ്റ്റ് ഓയിലിനുള്ളിലേക്ക് മുക്കി പൊക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതിനുള്ളിലിരുന്ന് തന്നെ അത് കുക്കാവും. നമുക്ക് വേറൊരു പാത്രത്തിന്റെ ആവശ്യമില്ല. അത് കോരിയെടുത്ത് മാറ്റി വെക്കാനോ ഒന്നും. ഇത് ജസ്റ്റ് ഇതിൽ തന്നെ ഉള്ളിലേക്ക് വെക്കുക, കുക്കാവുക, എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള പല ടൈപ്പ് കിച്ചൺ ടവൽസ് ആണ് ഇത് കേട്ടോ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 പീസസ് വരുന്ന ഒരു ബോക്സ് ആണ്. ഇത് നമുക്ക് എല്ലാ ഫ്ലിപ്കാർട്ടോ ആമസോണോ പോലുള്ള എല്ലാ ഓൺലൈൻ ഷോപ്പിംഗിലും ലഭ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടവലാണ് കേട്ടോ. ഭയങ്കര തിന്നായിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണിത്. ഈ ഒരു ടവൽ നമ്മൾ ടേബിളിന്റെ പുറം തുടയ്ക്കാനോ അതുപോലെ തന്നെ കിച്ചൺ ടോപ്പിൽ ക്ലീൻ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കഴുകി നമുക്കൊരു 5 പ്രാവശ്യത്തിൽ കൂടുതൽ യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ടർക്കികൾ കിട്ടും. ഇത് നമുക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ടർക്കികളാണ് കേട്ടോ. കിച്ചണിലേക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ടർക്കികളാണ്. ഇതിപ്പോ 5 റിയാലിന് നമ്മൾ 5 ടർക്കികൾ വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. ഇത് നമ്മൾ ഇവിടെ 5 റിയൽ കടകളിലൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗിൽ നമുക്കിത് കിട്ടാറുണ്ട്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ആ കുറെ പ്രൊഡക്ട്സ് കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കിച്ചണിൽ എനിക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമാണ് ഇത്. ഇതൊരു സ്പോഞ്ച് വൈപ്പാണ്. ഇത് നമുക്ക് ഒരു മാസം വരെ ഒരെണ്ണം യൂസ് ചെയ്യാൻ പറ്റും. മിനിമം ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കുറച്ച് വെള്ളം ഒരു കിച്ചൺ ടോപ്പിലോ മറ്റോ കുറച്ച് വെള്ളം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ കുറച്ച് വെള്ളം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു സ്പോഞ്ച് വെച്ച് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സർഫസ് ക്ലീൻ ആവുക മാത്രമല്ല, നമ്മുടെ ആ ഒരു വെള്ളം മുഴുവൻ ഈ ഒരു സ്പോഞ്ച് നല്ലതുപോലെ വലിച്ചെടുക്കും. ജസ്റ്റ് നമ്മൾ സിങ്കിൽ ചെന്ന് നമ്മളൊന്ന് അമർത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ജ്യൂസായി പുറത്തു പോവുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഞങ്ങളെ പരിചയപ്പെടുന്ന ഒരു വാക്വം ഫ്ലാസ്ക് സെറ്റ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ ഒരു ഫ്ലാസ്ക് വരുന്നത്. ഇതിന്റെ അടപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു കപ്പാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഒരു 3 കപ്പുകളോളം വേറെ വരുന്നുണ്ട് സെപ്പറേറ്റ്. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഫാമിലി ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലാസ്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 12 റിയാലിന് തന്നെ കിട്ടുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 8 to 9 അവേഴ്സ് വരെ ഇതിൽ ചൂട് നിൽക്കുന്നുമുണ്ട്. നെക്സ്റ്റ് ഒരു സിലിക്കോൺ സീവർ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ആക്ച്വലി നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പയറോ കടലയോ എന്തെങ്കിലും വെള്ളത്തിൽ കഴുകുകയാണെന്ന് വിചാരിക്കുക. കഴുകിയതിന് ശേഷം നമ്മൾ എപ്പോഴും കൈകൊണ്ട് പിടിക്കുന്ന സമയത്ത് കുറച്ച് കടലയോ അല്ലെങ്കിൽ പയറോ മറ്റോ സിങ്കിൽ പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു പാത്രത്തിൽ നമ്മളിപ്പോ കുറച്ച് പയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും അതിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സീവർ ഇതിനുള്ളിലേക്ക് വരത്തക്ക രീതിയിൽ അറ്റാച്ച് ചെയ്യാം. ഇവിടെ 2 ഇടവും ഹോൾഡ് ചെയ്യാൻ പാകത്തിന് ഉള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ക്ലിപ്പ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സീവർ ഉള്ളി വരുന്ന രീതിക്ക് പുറത്തേക്ക് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് ഏത് വെസലാണോ ആ ഒരു വെസലിന്റെ വലിപ്പത്തിനനുസരിച്ച് അത് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് അത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എത്ര രീതിയിൽ ഇത് ചെരിച്ചാലും ഇതിൽ നിന്ന് ഒരു തരി പോലും പുറത്തേക്ക് പോവില്ല എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഐക്കേന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രത്തിന്റെ സെറ്റ് ആണ് കേട്ടോ. ഗ്ലാസിന്റെ ഒരു പാത്രവും അതിൻ്റെ ഉള്ളിൽ മിനി ആയിട്ട്
3 പാത്രങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു പാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതേ വലുപ്പത്തിലുള്ള 2 പാത്രമാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. കണ്ടില്ലേ? ഇതിനേക്കാളും കുറച്ചുകൂടി ചെറുത്, കുറച്ചുകൂടി പരന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു പാത്രം. ഇങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങി വെച്ചാലുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓവനിലേക്ക് ഇതിന്റെ ലിഡ് ഊരിയതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോ ചെറിയൊരു പോർഷൻ കറികളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയതിനു ശേഷം ജസ്റ്റ് ഇതിന്റെ ലിഡ് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓവനിലേക്ക് വെക്കാം. അല്ലാതെ അതിനു വേണ്ടിയിട്ട് വേറൊരു പാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗ്ലാസിന്റെ പാത്രമാണ്. അപ്പൊ ഇതേപോലെയുള്ള സെറ്റ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ടിഷ്യൂ റോള്. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ടിഷ്യൂ റോള് വാങ്ങുമ്പോൾ നിങ്ങൾ ഓഫ് കോഴ്സ് വാങ്ങിയിട്ടുണ്ടാവുന്ന ഒരു സാധനമായിരിക്കും ഇത്. ഈ സത്യത്തില് ഈ ഒരു സ്റ്റാൻഡിന്റെ ആവശ്യം ഈ ടിഷ്യൂ റോളിന് ഇല്ല എന്നുള്ളതാണ്. ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ കൂടെ സ്റ്റാൻഡ് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കണം എന്നില്ല. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഈ ടിഷ്യൂ റോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് പുതിയൊരു ടിഷ്യൂ റോൾ ആണ് കേട്ടോ. അപ്പൊ ആ സ്റ്റാൻഡ് ഇല്ലാതെ നമ്മൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് നമ്മൾ നടുഭാഗത്ത് നിന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചു നല്ല രീതിയിൽ അമർത്തി കൊടുക്കുന്ന ടൈമിൽ ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് ഇതിന്റെ ഉള്ളിൽ അവർ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് അതിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ടിഷ്യൂ വരിക. പിന്നീട് നമുക്ക് ഇതിങ്ങനെ എടുക്കാൻ പറ്റും. നമുക്കൊരു സ്റ്റാൻഡിന്റെ ആവശ്യം അതിനില്ല കേട്ടോ. ഇങ്ങനെ ആയാലും നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബോക്സുകൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നോക്കുമ്പോൾ കാണാൻ 4 വശത്തൊന്നും നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ബോക്സുകളാണ് കേട്ടോ. അധികം വിലയൊന്നും ഉള്ളതല്ല. ഞാൻ ഇവിടുത്തെ അഞ്ചറിയ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബോക്സ് ആണ്. അപ്പോൾ ഇതുപോലെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകിന്റെ ഞെട്ടും ഒക്കെ കളഞ്ഞൊരു ജസ്റ്റ് ടിഷ്യൂ വെച്ച് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നാളുകളിൽ നമുക്കിത് ലാസ്റ്റ് ചെയ്യും. ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ ഇതുപോലെ 1-2 ബോക്സുകളൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാവും. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഈ ഒരു കുപ്പിയെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ ബോട്ടിലുകളൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ പോർഷനായിട്ട് മാറ്റി മാറ്റി കൈയകലത്തിൽ തന്നെ വെക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ടേബിളിന്റെ ഡ്രോയറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കുറേശ്ശെ പഞ്ചസാരയോ കടുകോ മറ്റോ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ ബോക്സിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം അതിന് ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ്. എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോയറിലാണെങ്കിലും ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഈ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഉപകാരമുള്ള ഒരു സാധനമാണ്. ഏകദേശം ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇതൊക്കെ ഞാൻ നിങ്ങളെ മുമ്പത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഉപയോഗം വരിക. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഇത്. ഇത് കുറച്ചുകൂടി വലിയ വിസ്താരമുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇതും നമുക്ക് കബോർഡിനുള്ളിലെ ആ ഒരു ഓരോ തട്ടുകൾക്കുള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 തട്ടിനിടയിൽ കുറച്ചുകൂടി സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വാങ്ങി വെച്ചാൽ മതി. വലിയ വിലയൊന്നുമില്ല, 5 റിയാലിൽ താഴെയുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു റാക്ക് പോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ അതിനുള്ളിൽ എടുത്തു വെച്ച് നമുക്ക് ഈ ഒരു പോർഷൻ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ പച്ചക്കറി അരിയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കൈ മുറിയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഭംഗിയായിട്ട് വളർത്തിച്ചിരിക്കുന്ന നെയിൽസ് ഒക്കെ കട്ടായി പോകുന്നത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഒരു റിങ് പോലെ ഒരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ നടുവിലെ വിരല് ജസ്റ്റ് ഈ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്ത് നമുക്ക് ഇത് ഏത് പച്ചക്കറിയാണ് അരിയുന്നത് അതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് നൈഫ് തെന്നിപ്പോയാൽ പോലും നമ്മുടെ നെയിൽസിനോ നമ്മുടെ വിരലുകൾക്കോ പ്രത്യേകിച്ച് ഹാമൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിന് ജസ്റ്റ് 1 റിയാലോ 1.5 റിയാലോ മറ്റോ ഉള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് യാത്രകളിലൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് ഒരു ചെറിയ ലൈറ്റ് ആണ് കേട്ടോ ഇത്. ഇത് ഞാൻ ടെമൂന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഏകദേശം ഒരു 5 റിയാലോ മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് 3 ടൈപ്പിലാണ് ഇതിന്റെ ലൈറ്റ്. ഇവിടെ ലൈറ്റ്സ് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇതിന്റെ ഈ ഒരു ബ്രൈറ്റ്നെസ് അത്രയും നമുക്ക് അറിയാത്തത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നെസ് ഉള്ള ഒരു
ലൈറ്റ് ആണ് കേട്ടോ. ഇതാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് നമുക്ക് റീചാർജബിൾ ആണ്. റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഫോണിന്റെ ചാർജർ തന്നെ മതി, വേറെ സെപ്പറേറ്റ് ചാർജേഴ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് അറിയില്ലാത്തവരോടാണ് പറയുന്നത്. നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഫ്ലവർ വേസ് നമ്മൾ ഇവിടെ വെക്കുകയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒരു ചെറിയ പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് രണ്ട് വശവും ഒരുപോലെ തന്നെ ഒട്ടി നിൽക്കും. അത് നമുക്ക് വീട്ടിലൊക്കെ ഉപകാരപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാത്റൂമിൽ ഉപകാരപ്പെടുന്ന ഒരു സോപ്പ് ഹോൾഡർ ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ്. ഇതിന്റെ താഴെ ഒരു വാക്വമാണ്. അത് ജസ്റ്റ് ഇത് നമുക്ക് മെയിൻ ആയിട്ട് വാഷ് ബേസിന്റെ സൈഡിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ് ഹോൾഡർ ആണ്. നമുക്കിപ്പോ സോപ്പ് വെള്ളത്തിലൊക്കെ അലിഞ്ഞു പോകുന്നത്, അതെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം ജസ്റ്റ് ഈ ഒരു ഹോളിൽ കൂടി ഈ ഒരു സോപ്പ് എന്നുള്ള വെള്ളമൊക്കെ ഇറ്റ് പോവുകയും ചെയ്യും. കറക്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് സോപ്പ് ഇരിക്കുകയും ചെയ്യും. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിനും ജസ്റ്റ് ഇതുപോലെ തന്നെ ഞാൻ പറയുന്ന സാധനങ്ങൾക്കൊന്നും വലിയ വിലയുള്ളതല്ല. ആക്ച്വലി ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് കുറച്ച് ലോണ്ട്രി ബോൾസ് ആണ് കേട്ടോ. ലോണ്ട്രി ബോൾസ് എന്താണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്നും അറിഞ്ഞോളണമെന്നില്ല. ഇത് കുറച്ചുകൂടി വലിയ സൈസ് ആണ്. ഇത് രണ്ടും ചെറുതാണ്. ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ചെറുതായിരുന്നു. അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ അത് പറയാം. നമ്മുടെ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബോൾ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഈ തുണികൾ കെട്ടുപിണയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്കിപ്പോ എടുത്ത് ഡ്രയറിലേക്ക് ഇടാനായാലും ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. പക്ഷെ എടുക്കുന്ന സമയത്ത് തുണികളെല്ലാം കൂടി കെട്ടുപിണഞ്ഞിരിക്കും. പക്ഷെ ഈ ലോണ്ട്രി ബോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആ കെട്ടുകളെ തടയാൻ പറ്റും. നമ്മളിങ്ങനെ ഊരി ഓരോന്നിൽ കഷ്ടപ്പെട്ട് എടുക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. ഈ ലോണ്ട്രി ബോൾസ് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 എണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. അതും ചെറിയ വില തന്നെയാണ്. 6 റിയാലിന് എനിക്ക് 12 എണ്ണോ മറ്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ചെറുതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ പോക്കറ്റിനുള്ളിലൊക്കെ കയറി ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് എവിടെയാണ് എന്നുള്ളതേ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ലോണ്ട്രി ബോൾ വലുത് വാങ്ങിയത്. അതാകുമ്പോൾ എവിടെയും കയറി ഇരുന്നാൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ ഇതിൽ ഒരു 3-4 എണ്ണം വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ തുണികൾ കെട്ടുപിണയുന്ന ബുദ്ധിമുട്ട് മാറി കിട്ടും. തന്നെ നിങ്ങൾ പുതിയൊരു ഹൗസ് വൈഫ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളൊക്കെ വളരെ എളുപ്പത്തിലാക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പും ഞാൻ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അതുകൂടി കയറി കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതിലും ഞാൻ ഇതുപോലെ ഒരുപാട് ഉപയോഗപ്പെടുന്ന കിച്ചണിലെ സാധനങ്ങൾ മാത്രമായിട്ട് എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.